റസൂല് പറയാ, ഒരു കാലഘട്ടം എത്തിക്കഴിയുമ്പോ ലോകം മുഴുവന് ഫിത്നയുണ്ടാകുമ്പോ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ലോകാവസാനം അടുത്ത് കഴിയുമ്പോ ലോകത്ത് ഫിത്നകൾ വ്യാപകമാകുമ്പോ ഒരാൾക്ക് സമാധാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത കലുഷിതമായ സാഹചര്യം ഉണ്ടാകുമ്പോ എല്ലാവരെയും യത്റുകൂന ഇബ്ന അമ്മിഹി, അല്ലാഹുവിന്റെ റസൂല് പറയാ, അവരെല്ലാവരും തന്നെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് അവരാ മാതാപിതാക്കളെയും പ്രിയപ്പെട്ട മക്കളെയും അവരുടെ ബന്ധുമിത്രാദികളെയും ഉപേക്ഷിച്ചിട്ട് എവിടേക്കെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി, അല്ലാഹുവേ ഈ ശപിക്കപ്പെട്ട ലോകത്തിന് കഴിയണ്ടെന്ന് പറഞ്ഞ് ജനങ്ങൾ മുഴുവനും അവരെല്ലാവരും വേറൊരു സ്ഥലം അന്വേഷിച്ചിട്ട് ഫിത്നയില്ലാത്ത സന്മാർഗത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഈ ഭൂമിയുടെ സ്ഥലം അന്വേഷിച്ചിട്ടോടുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, ഹലുമ്മ ഇലർ റഹാ, ഹലുമ്മ ഇലർ റഹാ, നിങ്ങളെ ഏറ്റവും വലിയ ലാഭം കിട്ടുന്ന സ്ഥലത്തെ കോടി രക്ഷപ്പെടണേ. ഞാൻ ഈ ഹദീസ് പറഞ്ഞിട്ട് നാളെ ഞാനോ നിങ്ങളോ ഇവിടെ നിന്ന് മരിച്ചു പോയാലും നാളെ ലോകത്തിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വരും, ഉറപ്പാ. ഇത് ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അടയാളമാ. ഈ ദുനിയാവിൽ രക്തകലാപത്തിന്റെയും വർഗീയ കലാപത്തിന്റെയും ഇടയിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ മക്കളെ വിട്ട് ഭാര്യയെ വിട്ട് എവിടേക്കെങ്കിലും ഒന്നോടി രക്ഷപ്പെടാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആ സമയത്ത് ഹലുമ്മ ഇലർ റഹാ, മരണം ഉറപ്പിച്ചാൽ നിങ്ങൾ ഏറ്റവും ലാഭമുള്ളിടത്തെ കോടി വരണേ, ഏറ്റവും ലാഭം കിട്ടുന്നിടത്തെ കോടി വരണേ. എവിടെയാണ് നബിയെ ലാഭം കിട്ടുന്നത്? ഇലാ മദീനത്തെ റസൂലില്ലാ, അന്നെന്റെ മദീനയിലേക്ക് നിങ്ങൾ ഓടി വന്നുകൊള്ളുക. മരണം നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് മദീനത്തേക്ക് വരണേന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ലാഭമെന്ന് മദീനയിലാ. ഏതാ മദീനത്തിന്റെ ലാഭമേതെന്നറിയോ? ഏതായാലും മരണം ഉറപ്പിച്ചു കളഞ്ഞു, ഏതായാലും മരണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാ. ആ സമയത്തും മരിക്കുന്നതിന് ലാഭം വേണ്ടേ? ജീവിതത്തിന്റെ ലാഭമല്ല, ജീവിതത്തിന്റെ സുഖങ്ങളല്ല, മരിക്കുന്ന സമയത്തൊരു ലാഭം വേണോ? ഏതാ കവി മരിക്കുന്ന സമയത്തെ ലാഭം എന്ന് ചോദിച്ചാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, മൻ അറാദ മിൻകും മൻ ഇസ്തതാഅ മിൻകും അയ്യമതു ഫിൽ മദീന ഫല്യമതു ഫിൽ മദീന. ആർക്കെങ്കിലും മരണം ഉറപ്പായ സമയത്ത് മദീനത്ത് വന്ന് മരിക്കാൻ കഴിയുമെങ്കിൽ അവൻ മദീനയിൽ കിടന്ന് മരിച്ചു കൊള്ളട്ടെ. കുന്തു ശഫീഅൻ ഔ ശഹീദൻ ലഹു യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് വരുമ്പോ ഞാനവന്റെ ശുപാർശകനാ, ഞാനവന്റെ സാക്ഷിയാ, ഞാൻ അവന് വേണ്ടിയാണ് ആദ്യം കടന്നു വരിക, ഞാൻ അവന് വേണ്ടിയാണ് ആദ്യം കൈനീട്ടി തരിക. ഏതായാലും മരണമുറപ്പായാൽ എന്റെ പൊന്നുമോനെ ലണ്ടനിൽ കിടന്ന് മരിച്ചിട്ട് കാര്യമില്ല, ദുബൈയിൽ കിടന്ന് മരിച്ചിട്ട് കാര്യമില്ല. തിരമാലകളെ കരയോടെ കാതിനോട് കഥ പറന്ന് കഥനത്തോടെ കരതിരിവോടെ തിരിച്ചു പോകുന്ന പാം ചുമേറ ബീച്ചിന്റെ മാരകത്തിടമ്പിന്റെ മുമ്പിൽ കിടന്ന് മരിച്ചിട്ട് കാര്യമില്ല. മരിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ മദീനയിൽ വന്ന് മരിച്ചു കൊള്ളട്ടെ, നിങ്ങൾ മദീനയിൽ വന്ന് മരിച്ചു കൊള്ളട്ടെ. ആർക്കെങ്കിലും മരണമുറപ്പായി കഴിഞ്ഞാൽ ആ മരണം ഐശ്വര്യാകുന്നതിനേക്കാൾ നല്ലത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഹുബ്ബുർ റസൂലിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവേ ഐശ്വര്യയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി ICU റൂമിൽ ശീതീകരിച്ച റൂമിൽ ഒന്നും അറിയാതെ, രാവെന്നറിയാതെ പകലെന്നറിയാതെ, അവസാനം നൂഹ് വിട പറയുന്ന സമയത്തും മക്കളുടെ മുഖമൊന്ന് കാണാൻ കഴിയാതെ, ഭാര്യയോടൊന്ന് സലാം പറയാൻ കഴിയാതെ ഐസിയുവിന്റെ റൂമിൽ കിടന്ന് വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് അല്ലാഹുവേ ഞങ്ങൾക്ക് ആ മരണം വരുത്തല്ലേ അല്ലാ. ലോകത്തിന്റെ ഏറ്റവും ദുർഗതിയുള്ള മരണമാ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതേവരെ ജീവിതത്തിൽ കെട്ടിപ്പിടിച്ച് ചാരക്കിടന്ന ഭാര്യയുടെ കൈ പിടിച്ചിട്ട് നമ്മൾ ഇതേവരെ ഒന്നിച്ച് ജീവിച്ചവരാ. പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞിട്ടൊന്ന് പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ ഉമ്മാനോട് കൈപിടിച്ചിട്ടുമ്മ മകൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഖിറത്തിലേക്ക് മാറ്റിവെക്കല്ലേ എന്ന് പറയാൻ കഴിയാതെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ തലയിലൊന്ന് കൈവച്ചിട്ട് വാപ്പ പോവുകയാ മക്കളെ, വാപ്പ പോവുകയാണ് മക്കളെ.
ഇബ്രാഹിം നബി മരിക്കുന്ന നേരത്ത് ഇസ്മായിലിനോട് പറഞ്ഞതുപോലെ ഇബ്രാഹിം എന്തിനാ ഞാനിത് പറയുന്നത്? ഖുർആൻ പറയുന്നത് മരിക്കുന്ന സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്തിട്ട് മരിക്കണമെന്നാ. യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ല മക്കളെ എന്ന് പൊന്നുമക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് ഉപ്പ പോവുകയാ മക്കളെ. ഉപ്പ മരിച്ചാലും നിസ്കാരം മുടക്കല്ലേ, ഉമ്മാനെ നോക്കാൻ മറക്കല്ലേ എന്നൊന്ന് പറയാൻ കഴിയാറ്. അവസാനം ഒരു ശാറത്ത് പറയാൻ കഴിയാറ്. ഐസിവിൽ കിടന്നിട്ടും മരവിച്ച് മരിക്കാറില്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പറയാ, മരണമുറപ്പിച്ചു കഴിഞ്ഞാൽ, മരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഐസുവിലെ ലക്ഷങ്ങൾ മടക്കണ്ട, നീ നേരെ എന്റെ മദീനത്തേക്ക് വാ. അവിടെ കിടന്നിട്ട് നീ മദീനയിൽ കിടന്ന് മരിക്ക്. അവിടെ കിടന്ന് മരിച്ചാൽ കുന്തു ശഫീഅൻ വശഹീദൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് നിനക്ക് ഞാൻ ശുപാർശകനായി തരാം.